അതെ, ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വണ്ടിക്ക് ഈ പൊല്യൂഷനും പേപ്പറുകളും അല്ലെങ്കിൽ പെറ്റികളും ഒക്കെ വേണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ? പെറ്റികളുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. DGP സംസ്ഥാനത്തുള്ള എല്ലാ പോലീസിന്റെയും പിന്നാലെ സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയുള്ള സീറ്റ് ബെൽറ്റ് ഇടാത്തതിനും അതേപോലെ റോഡ് നിയമങ്ങൾ പാലിക്കാത്തതിനും സിഗ്നൽ കാണുമ്പോൾ നിർത്താതെ എടുത്തുകൊണ്ട് പോകുന്നതിനും ഓവർ സ്പീഡിനും ഉൾപ്പെടെ എല്ലാത്തിനും സംസ്ഥാനത്തു നിന്ന് നിരവധി പെറ്റികളാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും എല്ലാതരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിയമപാലകർക്ക്. അത് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് പോലീസിന്റെ ക്യാമറകളൊന്നുമല്ല, AI ക്യാമറ ഉണ്ടായതുകൊണ്ട് വന്നു കഴിഞ്ഞു. അത് ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പോലീസുകാർ തടി തപ്പാനായിട്ട് പെറ്റി അടയ്ക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പെറ്റി അടച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അടയ്ക്കേണ്ടി വരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഒരു വാഹനത്തിന് പെറ്റി അടയ്ക്കേണ്ടി വരും. അതിപ്പോ കൊല്ലത്തുനിന്ന് വന്നിട്ടുള്ള പുതിയ വാർത്ത അനുസരിച്ചിട്ട് നിയമപാലകർക്കാണെങ്കിലും, കാരണം MVD നമുക്കറിയാം, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഹെൽമെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കാറിലെ സീറ്റ് ബെൽറ്റ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട് എന്നൊന്നും അതിൻ്റെ അപ്പുറത്തേക്ക് പല വണ്ടികൾക്കും പൊല്യൂഷന്റെ പേരിൽ 5000 മുതൽ 10000 വരെയാണ് നമ്മൾ ചുമത്തുന്നത്. അപ്പൊ അത്തരത്തിലുള്ള രീതി വരുമ്പോൾ തന്നെ പലരും അത് തനിക്ക് പൊല്യൂഷൻ ഇല്ല അപ്പൊ അടിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ പെറ്റി വീട്ടിൽ ആ രീതിയാണ്. പക്ഷെ കൊല്ലത്ത് നിന്നുള്ള ഒരാള് തനിക്ക് പെറ്റി തന്നപ്പോ അയാളെ തിരിച്ച് ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ അല്ല, MVDയുടെ നമ്പർ, വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ അടിച്ചു കൊടുത്തിട്ട് പൊല്യൂഷൻ അവർക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. നിർഭാഗ്യവശാൽ അവർക്ക് പൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവസാനം അവരെ കൊണ്ട് തന്നെ അടപ്പിക്കേണ്ടി വന്നു. അതെ, അല്ല, അടപ്പിച്ചിട്ടില്ല. അദ്ദേഹം അവസാനം ഒരു പോംവഴി മറ്റേക്ക് പറഞ്ഞു കൊടുത്തു, ഒരാഴ്ചക്കുള്ളിൽ ഈ ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പെറ്റി അടയ്ക്കണ്ട, താങ്കൾക്ക് അടയ്ക്കണ്ട എന്നുള്ള രീതിയിലേക്ക്. പിന്നെ അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നൊരു അവസ്ഥയായി പോയി. കാരണം അവർക്ക് തിരിച്ചൊന്നും പറയാനില്ല. പൊല്യൂഷന്റെ പേരിൽ പിടിച്ചു നിർത്തിയ യുവാവ് 5000 പെറ്റി അടിച്ച് കൈ കൊടുത്തതാണ്. അപ്പോഴാണ് യുവാവ് ഇവരുടെ വണ്ടിക്ക് പെറ്റിയില്ല എന്നുള്ളത് പറയുന്നത്. അല്ല, ഇവരുടെ വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. അതോടൊപ്പം തന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പൊല്യൂഷൻ ഒന്നും ഇല്ലല്ലോ, ഈ വണ്ടിക്ക് ഒന്നും വേണ്ട, ഇതെന്താ റോഡിലേക്ക് ഇറങ്ങുന്ന വണ്ടിയല്ലേ? അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, നമ്മളതൊക്കെ നോക്കിക്കോളാം, നമ്മൾ അടച്ചോളാം, അല്ലെങ്കിൽ നമുക്കത് ആവശ്യമില്ല എന്ന് പറയുമ്പോഴാണ് അയാൾ ചോദിക്കുന്നത്, എന്താ റോഡിലേക്ക് ഇറക്കുന്ന വണ്ടിയല്ലേ, നമ്മുടെ സാധാരണക്കാരുടെ വണ്ടിക്ക് മാത്രം മതിയോ ഇത്തരം പൊല്യൂഷനൊക്കെ? ഈ സർക്കാർ വാഹനങ്ങൾക്ക് ആ ഒരു പൊല്യൂഷനും അല്ലെങ്കിൽ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റുകളൊന്നും വേണ്ട, എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണോ എന്ന രീതിയിലേക്ക്. അപ്പോൾ പുതിയൊരു അറിവ് കൂടെയാണ് തന്നത്. പൊല്യൂഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഇതേപോലെ പെറ്റി അടിക്കുകയാണ് എങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെറ്റിയിൽ നിന്ന് ഒഴിവാവാന്നുള്ളത് സാറ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ സ്ഥിരം ഇത് സംഭവിക്കുന്നതാണ്. മറ്റേ എന്താ പറയാ, CMന്റെ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും, ഓവർ സ്പീഡിന്റെ അപ്പുറത്തേക്ക് പലപ്പോഴും ആ ഒരു സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സീറ്റ് ബെൽറ്റുകളൊന്നും ധരിക്കുന്നത് കാണാറില്ല. അപ്പൊ സീറ്റ് ബെൽറ്റുകൾക്ക് പലപ്പോഴും ഇവർക്ക് പിടി വീഴുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ക്യാമറ ഉൾപ്പെടെയുള്ളത് തന്നെയാണ്. അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ താഴേണ്ട ഒരു അവസ്ഥ വരുന്നത് നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ദിവസങ്ങളായിട്ട് വരുന്ന ഇതുകൂട്ടുള്ള വാർത്തകൾ, ഇങ്ങനെയുള്ള വാർത്തകളകത്ത് പല വാഹനങ്ങൾക്ക്, അതായത് സർക്കാർ സംവിധാനത്തിലുള്ള, ഇപ്പോൾ KSRTC ആവാം, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളാകാം, ഇങ്ങനെ പല തരത്തിലുള്ള ഒരുപാട് വാഹനങ്ങളുണ്ടല്ലോ സർക്കാർ സംവിധാനത്തിൽ തന്നെ. ഈ വാഹനങ്ങൾക്കൊന്നും പലപ്പോഴും കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാവില്ല. ഒന്നുകിൽ പൊല്യൂഷന് അല്ലെങ്കിൽ ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥർക്ക് തന്നെ വരുന്നത്. അത് പൊതുജനം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ ഒന്നും മിണ്ടാൻ കഴിയാതെ ഇങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വരും. നമ്മുടെ ഒരു സർക്കാർ, ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനും ഒരു സാധാരണക്കാരന്റെ മുന്നിൽ ഇതേ രീതിയിൽ പെരുമാറേണ്ടി വരുന്ന ഒരു അവസ്ഥ ആരാണ് ഉണ്ടാക്കുന്നത്? ഇവിടുത്തെ ഈ സംവിധാനം തന്നെ ഉണ്ടാക്കുന്നത് സ്വന്തമായിട്ട് തന്നെ. കാരണം MVDയെ സംബന്ധിച്ച് അവരാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അവരെ ഇതുവരെ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരാണ് ഇതൊക്കെ നോക്കേണ്ടത്. അവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന അവർ ചിന്തിച്ചു പോലും കാണില്ല. പക്ഷെ പൊതുജനത്തിന് മാത്രം പെറ്റി അടച്ചാൽ മതി, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കൊന്നും ഇതൊന്നും ബാധകമല്ല. അതായത് നിയമം പാലിക്കേണ്ടവർക്കൊന്നും നിയമം ബാധിക്കുന്നില്ല, ബാക്കിയുള്ളവർക്ക് മാത്രമേ നിയമം ബാധിക്കുന്നുള്ളൂ എന്നാണ് പല സന്ദർഭങ്ങളിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. പലരും പോലീസിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. കാരണം ആളുമാരെയൊക്കെ വീട്ടിൽ കയറിയൊക്കെ അടിക്കുന്ന സമയത്തൊക്കെ അവര് ഒരു സമയം വരെയൊക്കെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ആണെന്ന രീതിയിലേക്ക് പ്രതികരിക്കാതൊക്കെ ഇരിക്കുന്ന ലെവലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഒരാളെ വെറുതെ അടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിയമം അവർ തെറ്റിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ആൾക്കാർ അങ്ങോട്ട് പ്രതികരിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. കൊച്ചിയിൽ കഴിഞ്ഞ തവണ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് അപകടമായ രീതിയിൽ വണ്ടി ഓടിച്ച സമയത്തും നാട്ടുകാരൊക്കെ വളയുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പൊ അങ്ങനത്തെ പേടികളൊന്നും ഇല്ല. നമുക്ക് പ്രതികരിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ആരാണോ തെറ്റ് ചെയ്യുന്നത് ഈ നാട്ടുകാർ ഉൾപ്പെടെ അവർ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. പലരും ചെയ്യാതെ പോകുന്നൊരു കാര്യമാണ്. പക്ഷെ കൊല്ലത്തുനിന്നുള്ള ആ ഒരാള്
കൊല്ലത്തിനൊരു പൊന്തൂരം എന്നൊക്കെ പറയാം. എല്ലാവരും ഇപ്പൊ കൊല്ലത്തിനെ പ്രകീർത്തിക്കുന്ന ഒരു സമയം കൂടെയാണ്. ബാക്കി ആരും ചെയ്യാതിരുന്ന ഒരു കാര്യം അപ്പൊ തോന്നി ചെയ്തതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവർ അറിഞ്ഞു. ഇനിയിപ്പോ എല്ലാ MVD ഉദ്യോഗസ്ഥരാണെങ്കിലും അവരുടെ പൊല്യൂഷനൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുമായിരിക്കും. അല്ല, സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം അവരുടെ രേഖകൾ കൃത്യമായിട്ട് കൊണ്ടു നടക്കണം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സാധാരണപ്പെട്ട ഒരാൾക്ക് ചോദ്യം ചോദിക്കേണ്ട ഒരു അവസ്ഥ ഇവരായിട്ട് ഉണ്ടാക്കി വെക്കരുത്. അത് നമ്മുടെ സർക്കാർ സംവിധാനത്തിനാണ് നാണക്കേടാണ്. പൊതുജനങ്ങളൊക്കെ ഇവരുടെ തൊളയിലേക്ക് കയറാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്രമസമാധാന നില വരെ മാറി തെറ്റിപ്പോകാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അതെല്ലാം സൂക്ഷിക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. പൊതുജനത്തെ പോലെ തന്നെ നിയമം സർക്കാർ ഉദ്യോഗസ്ഥർക്കും ബാധകം തന്നെയാണ്.